ദിവസവും രാവിലെ ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് മൂലം ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏത്തപ്പഴം നമുക്ക് വെയിറ്റ് ലോസിനാണോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിങ്ങിനാണോ ഏറ്റവും കൂടുതൽ ഗുണം? ഏത്തപ്പഴം എങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത്തപ്പഴം നമ്മുടെ കേരളീയരുടെ ഒരു പ്രധാന ഭക്ഷണമാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ മിക്ക വീടുകളിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഏത്തപ്പഴം. പോഷക സമൃദ്ധമായിട്ടുള്ള ഒന്നാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത്. ധാരാളം വിറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റും ഫൈബറും പ്രോട്ടീനും കാൽഷ്യവും പൊട്ടാഷ്യം സോഡിയം വിറ്റമിൻ B6 വിറ്റമിൻ സിയും അങ്ങനെ ഒട്ടേറെ ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ള ഒന്നാണ് നമ്മുടെ ഏത്തപ്പഴം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ദിവസേന ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും പല രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിൽ വിറ്റമിൻ A അടങ്ങിയത് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുവാനും ദഹന പ്രക്രിയ ഇംപ്രൂവ് ചെയ്യുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. നമ്മുടെ രക്തസമ്മർദ്ദത്തെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള ട്രിപ്റ്റോഫാൻ എന്ന കണ്ടന്റ് നമ്മുടെ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറോട്ടോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ് ഉള്ളവർക്കും വിഷാദ രോഗങ്ങൾ ഉള്ളവർക്കും ഏത്തപ്പഴം കഴിക്കുന്നത് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം നമ്മുടെ പേശികളുടെയും എല്ലിന്റെയും ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഗർഭിണികൾക്കാണെങ്കിലും ഏത്തപ്പഴം കഴിക്കുന്നത് വളരെയധികം ഗുണങ്ങൾ നൽകുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിൽ ഏത്തപ്പഴം കഴിക്കുന്നത് മൂലം ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് ഇത് വളരെയധികം ഗുണങ്ങൾ നൽകുകയും പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ബിപിയുടെ വേരിയേഷൻസ് കൺട്രോൾ ചെയ്യാനും അമിതമായിട്ടുള്ള ക്ഷീണവും അതുപോലെ തന്നെ പല മസിൽസിന്റെ പ്രോബ്ലംസും പല വേദനകളും നമുക്ക് കുറയ്ക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യവും മഗ്നീഷ്യവും കാൽഷ്യവും അയണും ഒക്കെയാണ് ഇതിന് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചാ സമയത്ത് നമ്മൾ ഡെയിലി ഒരു ഏത്തപ്പഴം കൊടുക്കുന്നത് വളരെയധികം ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അവരുടെ പേശികൾക്ക് ബലം വെക്കുവാനും എല്ലിന് ബലം വെക്കുവാനും അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിനും ഒക്കെ നമുക്ക് വളരെയധികം ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത്തപ്പഴം പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ നെയ്യിലിട്ടോ ഫ്രൈ ചെയ്തിട്ടോ ഒക്കെ നമുക്കിത് കൊടുക്കാവുന്നതാണ്. അധികം പഴുക്കാത്ത ഏത്തപ്പഴം നമ്മൾ ഡയബറ്റിസ് പേഷ്യൻസിനൊക്കെ കഴിക്കുന്നത് അവരുടെ അമിതമായിട്ടുള്ള ഫുഡിനുള്ള ക്രേവിങ്സ് കുറയ്ക്കുവാനും നമുക്കൊരു മിഡ് മീലായിട്ട് അവർക്ക് അത് യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികമായിട്ട് നമുക്ക് ചോറ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ അവർക്ക് കുറയ്ക്കുകയും അമിത വിശപ്പ് കൺട്രോൾ ചെയ്യുകയും നമുക്ക് ഷുഗറിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഏത്തപ്പഴം കഴിക്കുന്നത് ദഹന സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് അത് പുഴുങ്ങി കഴിക്കുന്നത് മൂലം അതിലെ ഫൈബർ ബ്രേക്ക് ഡൗൺ ആകുകയും നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കുവാനും സാധിക്കുന്നതാണ്. കോൺസ്റ്റിപ്പേഷൻ പോലെ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിനൊക്കെ എപ്പോഴും പുഴുങ്ങി കഴിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പുഴുങ്ങി കഴിക്കുമ്പോൾ നമ്മുടെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ബ്രേക്ക് ഡൗൺ ആവുകയും ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത്തപ്പഴം എപ്പോഴും പുഴുങ്ങി കഴിക്കുന്നത് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പുഴുങ്ങാതെ കഴിക്കുമ്പോൾ നമുക്ക് ഏത്തപ്പഴത്തിലെ വിറ്റമിൻ സി നമുക്ക് ലഭിക്കുന്നതാണ്. പുഴുങ്ങിയ ഏത്തപ്പഴത്തിൽ വിറ്റമിൻ സിയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. പുഴുങ്ങാതെ കഴിക്കുമ്പോഴാണ് അതിലെ വിറ്റമിൻ സി നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത്. മറ്റെല്ലാ ഗുണങ്ങളും നമുക്ക് എപ്പോഴും നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടും ഏത്തപ്പഴം കഴിക്കാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ശരിക്കും ഏത്തപ്പഴം കഴിച്ചാൽ വണ്ണം വെക്കുമോ അല്ലെങ്കിൽ വണ്ണം കുറയുമോ എന്നുള്ളത്. ഏത്തപ്പഴം കഴിക്കേണ്ട രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് ഇത് വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനും സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ മറ്റ് ഭക്ഷണങ്ങൾക്കൊപ്പം നമ്മൾ ഈ ഏത്തപ്പഴം കഴിക്കുകയാണ്, അധികം പഴുത്ത ഏത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീനും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു വെയിറ്റ് ഗെയിനാണ് നമുക്ക് സഹായിക്കുന്നത്. ഒരു മിഡ് മീലായിട്ട് നമ്മൾ സമയങ്ങളിൽ കഴിക്കുന്ന ഏത്തപ്പഴം നമുക്ക് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുകയും ദഹനം ഇംപ്രൂവ് ചെയ്യുകയും അമിതമായിട്ട് ഫുഡിനുള്ള ക്രേവിങ്സ് നമ്മൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുമൂലം നമുക്ക് വെയിറ്റ് ലോസിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. വെയിറ്റ് ഗെയിനിന് കഴിക്കുന്ന നമ്മൾ മറ്റ് സ്മൂത്തീസിനൊക്കെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ട് പാലൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ഗെയിനാണ് നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ട് കണ്ടീഷനും നമുക്ക് ഏത്തപ്പഴം അനുയോജ്യമാണ്. അത് കഴിക്കേണ്ട സമയവും രീതിയും വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. അങ്ങനെ നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കേണ്ടവർക്കും അതുപോലെ തന്നെ
വെയിറ്റ് കൂട്ടേണ്ടവർക്കും ആ പറഞ്ഞ രീതിയിൽ നമുക്ക് കഴിക്കുവാണെങ്കിൽ ഇത് രണ്ടിനും നമ്മളെ സഹായിക്കുന്നതാണ്. ഡെയിലി ഒരു പുഴുങ്ങിയ ഏത്തപ്പഴം വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവർക്കും ആ വർക്കൗട്ടിന് മുന്നേ നമ്മൾ ഈ ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് മൂലം ഏത്തപ്പഴവും അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മളൊരു മുട്ടയും കൂടെ കഴിക്കുന്നത് നമുക്ക് ഒരു നല്ലൊരു എനർജി നമുക്ക് വരികയും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിനും പേശികൾക്കും നല്ലൊരു ശക്തി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഏത്തപ്പഴത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.